അങ്ങനെ നീണ്ട വിവാദങ്ങൾക്കെതിരെ വീണ്ടും നമ്മുടെ മെസ്സി കേരളത്തിൽ വരികയാണ്. സോ ഈ കേരളത്തിൽ വരുമ്പോൾ കുറച്ച് അഡ്വാൻറ്റേജ് മാത്രമല്ല, നല്ല രീതിയിൽ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. സോ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇല്ല, അതില് ഇപ്പൊ നമുക്ക് പറഞ്ഞു തുടങ്ങിയാണെങ്കിൽ എന്താ പറയാ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അതൊക്കെ എന്താ പറയാ, നമ്മുടെ സ്റ്റേഡിയത്തെ പറ്റിയുള്ള ചില ആശങ്കകൾ മുതൽ എന്റെ സെക്യൂരിറ്റി റീസൺസ്, ഫണ്ടിങ് ഇഷ്യൂസ്, ഫണ്ടിങ് ഇനിയിപ്പോ നമ്മുടെ റിപ്പോർട്ടർ ചാനലെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇപ്പൊ സെക്യൂരിറ്റി ഉള്ളത് മറ്റൊരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഗ്രൗണ്ട് അല്ല, സോറി, സ്റ്റേഡിയത്തിന്റെ നമ്മുടെ സ്റ്റേഡിയം പിക്ക് കറക്റ്റ് ആയിരുന്നു എന്നുള്ളൊരു കലൂരുണ്ടായിരുന്നു. അതുപോലെ അല്ലേ നമ്മുടെ ഗ്രീൻഫീൽഡ് ഉണ്ട്. പിന്നെ സ്റ്റേഡിയം ഇപ്പൊ നമുക്കറിയാം KCL അടക്കുകയാണല്ലേ. KCLന്റെ നല്ലൊരു പിച്ചിനെയാണ് അവർ 1.5 മാസം കൊണ്ട്, ഇനിയിപ്പോ അത് എങ്ങനെ പോസിബിൾ ആണെന്ന് അറിയില്ല. 1.5 മാസം കൊണ്ടൊക്കെ എങ്ങനെയാണ് നമുക്കത് സെറ്റാക്കി എടുക്കുക എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെ. ഇതിൽ ഒന്നും ഉറപ്പാണ്, ഒന്നീ നല്ലൊരു പിച്ച് പോകും, അല്ലെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ട് ശരിയാവില്ല. രണ്ടിലേതെങ്കിലും ഒന്ന് തീരുമാനമാവും. അങ്ങനെയാണ്, ശരിയാണ്. നമ്മുടെ ഗ്രീൻഫീൽഡ് ഒരു ഹൈബ്രിഡ് സ്റ്റേഡിയം തന്നെയാണ്, ഇല്ലെന്നല്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ മുന്നിൽ സമയം വളരെ കുറച്ചേ ഉള്ളൂ. 1.5 മാസം കൊണ്ടൊക്കെ അതിന് ഇത്രയും നല്ലൊരു കിടിലം പിച്ച് വന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണാൻ പോയിരുന്നല്ലോ KCL മാച്ച്. അപ്പോഴും നമ്മൾ കണ്ടായിരുന്നു ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടല്ലേ. KCL തന്നെ ഇടപെട്ട് കുറെ ഒരു ഹൈബ്രിഡ് അടിപൊളിയാക്കിയിട്ടുണ്ട്, പറയാതിരിക്കാൻ പറ്റൂല. അപ്പൊ അവന്മാരുടെ എല്ലാ എഫേർട്സിനും എന്താ പറയാ, ഒരു വിലയില്ലാതെ പോലെ. കാരണം KCL എന്ന് പറഞ്ഞ ലീഗ് അത്യാവശ്യം ഒരു IPL ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അത്ര നിൽക്കുന്ന ലീഗ് ലെവൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതിന്റെ മൈലേജ് കിട്ടും, അത്ര നമുക്ക് പറയാം. അപ്പൊ എന്തായാലും അത് അതിൻ്റെതായ രീതിയിൽ പോവായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സംഭവം കൂടെ വരുന്നത്. അതിപ്പോ ഇനി എന്താവും നമുക്കറിയില്ല. പക്ഷെ കുറച്ചും കൂടെ ബെറ്റർ കലൂർ തന്നെയായിരുന്നു. ഇല്ല, കലൂല്ല, പക്ഷെ കുറെ സീനുകളുണ്ട്. അത് കലൂരിന്റെ സ്ഥിതി നമുക്കറിയാലോ. പണിയുടെ കുറച്ച് പണികളുണ്ട്. അതിന്റെ കൺസ്ട്രക്ഷനിലെ ചില എന്താ പറയാ നടക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കറക്റ്റ് സമയങ്ങളിൽ പണി നടക്കുന്നില്ല. അങ്ങനെ അത് മാത്രമല്ല, പിന്നെ നമുക്കറിയാവുന്ന പോലെ ഒരു നിയമം ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഡിയത്തിന് ചുറ്റും ഒന്നും ഈ ഗ്യാസ് കുറ്റി ഒന്നും വെക്കാൻ പാടില്ല. പെട്രോളിയം വെക്കാൻ പാടില്ല. ഇപ്പം അങ്ങനെയൊക്കെ ഒരു നിയമം പൊതുവെ ഉള്ളതാണ്. പക്ഷെ നമ്മുടെ കലൂരിലെ ചുറ്റുമൊക്കെ കടകളൊക്കെ ഉള്ളതാണ്, മനസ്സിലായില്ലേ. അപ്പൊ അതുപോലെ കുറച്ച് സീനുകളുണ്ട്. പിന്നെ അവരെന്തുകൊണ്ടോ ഇപ്പൊ നമ്മുടെ ഗ്രീൻഫീൽഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ കലൂരായിരുന്നെങ്കിൽ ഈവൻ മെസ്സി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് വടക്കേ തരത്തിലുള്ള ആൾക്കാരാണ്. മലപ്പുറം, കോഴിക്കോട് അവിടെയുള്ള ഉറപ്പായിട്ടും. പക്ഷെ കൊച്ചി ആയിരുന്നെങ്കിൽ അവർക്ക് എത്തിപ്പെടാൻ കുറച്ചും കൂടെ ഓപ്ഷനിലായിരുന്നു, കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. കാരണം സെന്ററിലായിട്ടാണ് എന്താ കൊച്ചി ഉള്ളത്. അപ്പോഴേ അത് എല്ലാവർക്കും ആക്സസിബിൾ ആയിരുന്നു. പിന്നെ കുറച്ച് നല്ല പിച്ചുമാണ്. ഫുട്ബോളിന്റെ കാര്യത്തില് കലൂരിലെ പിച്ച് എന്ന് പറയുന്നത് ഉഗ്രം പിച്ച്, നല്ല വലിപ്പവും ഉണ്ട്, മനസ്സിലായി. ക്വാളിറ്റി മാത്രം നമ്മൾ ISL കാണുമ്പോഴേ നല്ലൊരു അഴകാണ്. പിച്ചില് കളിക്കുന്നതാണ് നല്ലൊരു അട്രാക്ഷൻ, നല്ലൊരു അട്രാക്ഷനാണ്. അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട് അവരെ പിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവിടെ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. പക്ഷെ ഇതിപ്പം ഇവിടെ ഗ്രീൻഫീൽഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രീൻഫീൽഡിന്റെ ഒരു ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 55,000 എന്ന് പറഞ്ഞാൽ ഏറ്റവും എല്ലാം സെറ്റാക്കി എല്ലാം റെഡിയാണെങ്കിൽ അത്രയൊന്നും ഇപ്രാവശ്യം പോവില്ല. 40 ഒക്കെ കിട്ടിയാൽ തന്നെ ഭാഗ്യമാണ്. 40 കിട്ടിയാൽ ലക്കാണ്. എനിക്കൊന്ന് കഴിഞ്ഞ അവനത്തെ മറ്റേ ഇന്ത്യയുടെ ഇന്റർനാഷണൽ മാച്ചിലൊക്കെ നല്ല രീതിയിൽ സീറ്റ് വെട്ടിച്ചുരുക്കേണ്ടി വന്നു. അന്ന് എന്തൊക്കെയോ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സീറ്റിന്റെ എണ്ണമൊക്കെ നല്ല രീതിയിൽ വെട്ടിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം നല്ല ബെറ്റർ ആയി. നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ പോയപ്പോഴേ അറിഞ്ഞായിരുന്നു ഒരുപാട് ബെറ്റർ ആക്കി KCA. ഇപ്പം എന്തായാലും കപ്പാസിറ്റി എത്ര ആയിരിക്കും അറിയില്ല. എന്തായാലും എത്രയായാലും തികയൂല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. അതിന് ടിക്കറ്റ് കിട്ടണവന്മാര് ഭാഗ്യവന്മാര്, നല്ല ടിക്കറ്റിന് നല്ല റേറ്റിംഗ് ആവും. പക്ഷെ ഇതിപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ 50 ആയാലും 60 ആയാലും 70 ആയാലും ഈ റിയാലിറ്റി പറഞ്ഞാൽ പോരാന്നുള്ളതാണ്. കാരണം അത്രത്തോളം എന്താ പറയാ ഫാൻസ് ഉണ്ടല്ലേ നമ്മുടെ. അവര് ചെറിയൊരു ഡെമോ കാണിച്ചു, റിപ്പോർട്ട് ചെറിയ ഡെമോ കാണിച്ചു തന്നില്ല. അതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള വിഷയം വെച്ച് അവര് പറയുന്ന രീതി വെച്ചാണെങ്കിൽ നല്ല രീതിയിൽ ജനക്കൂട്ടം കയറാം. ഫാൻ മീറ്റ്, അതായത് ഒരു ഓപ്പൺ ബസ്സിലല്ലേ മെസ്സിയൊക്കെ നടത്തി. അതിനൊക്കെ അവര് സമ്മതിക്കുമെന്ന് കണ്ടു അറിയണം കേട്ടാ. കാരണം ഇത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള പരിപാടിയാണ്. കാരണം RCB കപ്പടിച്ചപ്പോ ബാംഗ്ലൂരിൽ എത്ര പേര് ആ ഒരു തിക്കിലും തിരക്കിലും കൊണ്ട് മരിച്ച ആ ഒരു സെയിം സിറ്റുവേഷൻ ഇവിടെ വരാൻ പാടില്ല. ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരണം. പിന്നെ അതിനനുസരിച്ചുള്ള ആളെ ഇറക്കണം, ബോഡി ഗാർഡ് സെറ്റ് ചെയ്യണം, എല്ലാം ആൾക്കാരെ മാനേജ് ചെയ്യാൻ കുറച്ച് ആൾക്കാരെ സെറ്റ് ചെയ്യണം. അതിനെല്ലാം നല്ല രീതിയിലുള്ള ഭയങ്കര വലിയ എന്താ പറയുക, ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു വലിയൊരു ചലഞ്ച് എന്ന് പറയുന്ന ഈ കാലത്ത് ഭയങ്കര വലിയൊരു ചലഞ്ചാണ് നമ്മുടെ ഗവൺമെന്റിന് മുന്നിൽ ഇപ്പൊ വന്നിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയായിട്ട് നടത്തി തീർക്കുക എന്നുള്ളത് ഒരു മോശം അനുഭവം ആരും പറയില്ല. അപ്പൊ ഇത് ഏറ്റവും ഭംഗിയായിട്ട് ഇപ്പം നമ്മുടെ ഗവൺമെന്റിനായാലും അതുപോലെ റിപ്പോർട്ടർ ചാനലായാലും
രണ്ടുപേർക്കും ഈക്വലി പങ്കുള്ളതല്ലേ ഇത്. ഓ നമുക്ക് അങ്ങനെ ആദ്യം കുറച്ച് പറയാൻ പറ്റില്ല. അപ്പം അത് രണ്ടുപേരും നല്ല ഭംഗിയായിട്ട് നടത്തട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അല്ലേ. എന്തായാലും കുറെ ചലഞ്ചസ് ഉണ്ട്, അതെല്ലാം പക്ഷേ ഇത് കുറച്ച് പൊളിറ്റീഷ്യൻസ് മുതലെടുക്കും എന്നുള്ളതാണ് അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ ഈ ഇവരെല്ലാം ഈ ഫാൻസുകാരെ ഒരു കയ്യിലെടുക്കും. കാരണം വെച്ചാൽ മെസ്സിയെ കൊണ്ടുവന്ന് യൂത്തിനെ ഒന്ന് കയ്യിലെടുക്കും. അത് ഈ പൊളിറ്റീഷ്യൻസ് ഉറപ്പായിട്ടും യൂസ് ചെയ്യും. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഭയങ്കര കോമഡിയാണ്. നമുക്കറിയാം നമ്മുടെ മന്ത്രിയാണെങ്കിൽ കഴിഞ്ഞ ഒരു മാസം മുന്നേ ഉണ്ട് പ്രതീക്ഷ എല്ലാം കൈവിട്ടതാണല്ലേ. ഒന്നും അവസാനം ആള് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. എല്ലാ സ്പോൺസറിന്റെ എല്ലാ സ്പോൺസറിന്റെ കയ്യിലാണ്. നമുക്ക് സർക്കാരിന് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നാണ് ആള് പറഞ്ഞു പോയിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോഴേ എന്താ പറയാ, ഓക്കെ ബൈ ബൈ ആയി, വേറെ രണ്ടുപേർക്ക് ഈക്വലി പങ്കുണ്ടെന്നാണ് പറഞ്ഞ് ഇപ്പൊ നിൽക്കുന്നത്. പക്ഷെ ശരിയാണ്, ഇപ്പൊ നമ്മുടെ മന്ത്രി ഭയങ്കര കാര്യമായിട്ടാണെന്ന് മറ്റേ സ്പെയിനിൽ പോയിന്റെ ചർച്ചകളും ഒക്കെ നടത്തി. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ആളുടെയും കൂടി ഒരു ഇനിഷ്യേറ്റീവിന്റെ ഫലമായിട്ട് തന്നെയാണ് വരുന്നത്. അതിലൊന്നും നമുക്ക് ഒന്നും പറയാനില്ല. പക്ഷെ അതേപോലെ തന്നെ റിപ്പോർട്ടർ ചാനലും നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. സ്പോൺസറായി എത്തി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. എന്തായിരുന്നാലും മെസ്സി ഇപ്പൊ ഇവര് കളിക്കുന്നത് ഏത് ടീമിന്റെ കൂടെ? ഒന്ന് ഇവര് കൊണ്ടുവരാൻ നിൽക്കുന്ന ഓസ്ട്രേലിയ, സൗദി അറേബ്യ, ഖത്തറാണ്. ഇത് മൂന്നിലായാലും ഒരു ടീം വന്നാലും ഈ ടീമിനും ഇവര് തന്നെ ചിലവിന് ചോദിക്കേണ്ടി വരും. അതൊക്കെ ശരിയാണ്. പക്ഷെ സൗദി അറേബ്യയാണെങ്കിൽ കുറച്ചുകൂടി അട്രാക്ഷൻ കിട്ടും കേട്ടോ. നമുക്കറിയാവുന്ന പോലെ വേൾഡ് കപ്പില് ഫസ്റ്റ് തോപ്പിച്ചത് ചിന്തിച്ചു നോക്കണം. ബാക്കി എല്ലാ ടീമുകളെയും തോപ്പിച്ചു. ഫ്രാൻസിനെ തോപ്പിച്ച്, നെതർലാൻഡ്സിനെ തോപ്പിച്ച്, മറ്റേ പോളണ്ട്, അങ്ങനെ മെക്സിക്കോ എല്ലാരെയും തോപ്പിച്ചല്ലേ ലിറ്ററലി. എന്നിട്ട് തോറ്റത് ഈ സൗദി അറേബ്യയുടെ മാത്രമാണ്. അതിപ്പം അതൊരു എന്താ പറയാ, അന്ന് തുടങ്ങിയ ഡയലോഗാണ് വേർ ഈസ് മെസ്സി എന്നുള്ളത്. അതിന്റെ ഒരു എന്തോ ഒരു റിവെഞ്ച് എന്ന് പറയുന്ന അറിഞ്ഞൂടാ. റിവെഞ്ച് ആവുമില്ല എന്ന് നമുക്കറിയില്ല. അതിന്റെ ഒരു ഇതായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒരു ഇത് കൊണ്ടുവന്നെ, ഫൈറ്റിംഗ് കൊണ്ടുവന്നെ, ഒരു ഗ്ലാമറസ് ആവുമായിരുന്നു കുറെ കൂടെ. വേൾഡിൽ ഒരു അട്രാക്ഷൻ കിട്ടും. ഇവരെ ചിലവാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള വിഷയം എന്ന് വെച്ചാൽ, പണ്ട് മെസ്സി കൊൽക്കത്തയിൽ ഇതുപോലെ വന്നിട്ടുണ്ടല്ലോ. അത് ഏത് വർഷമാണ്? കുറച്ച് മുമ്പായിരുന്നു, വർഷം കറക്റ്റ് ഓർമ്മയില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വെനസ്വേലയോട് എന്തോ ഒരു മാച്ച് ഉണ്ടായിരുന്നു കൊൽക്കത്തയില്, നമ്മുടെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ച്. ആ ഒരു മാച്ചിൽ എന്തോന്ന് കളിച്ചിട്ടുള്ളത്, അവസാനം ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പം ഇതിപ്പം നമ്മുടെ എതിരാളി മിക്കവാറും പറയാൻ പറ്റില്ല, ചിലപ്പോ ഓസ്ട്രേലിയ ആവാനും ചാൻസ് ഉണ്ട്. കാരണം ഓസ്ട്രേലിയ കുറച്ചുകൂടെ ബെറ്റർ ആണ്, റാങ്കിലും കുറെ മുന്നോട്ടുള്ള ഒരു ടീമാണ്. അപ്പൊ അർജന്റീനയ്ക്കായാലും ഹാപ്പി ആയിരിക്കും അവരവർ കളിക്കാൻ വേണ്ടി. നമുക്ക് കണ്ടറിയണം. ഇതില് വീണ്ടും ഉള്ള വിഷയം എന്ന് വെച്ചാൽ ഇവരെ ട്രാവല്, അതുപോലെ തന്നെ മറ്റേ ഡ്രസ്സിംഗ് റൂം, അത്രയ്ക്കുള്ള പ്രൊഫഷണൽ ഡ്രസ്സിംഗ് റൂം ആക്കണം. അതിനും വീണ്ടും നല്ല രീതിയിൽ എമൗണ്ട് സെറ്റ് ആവുന്നുള്ള. എല്ലാം നല്ലതാവട്ടെ എന്നേ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പം കുറെ സംഗതികൾ ഇപ്പൊ കൊണ്ടുവരണമല്ലോ. എന്തായാലും സ്റ്റേഡിയത്തിനും കുറെ കാര്യങ്ങൾ നമ്മൾ എന്താ റിനോവേറ്റ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് റെഡിയാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് എന്തായാലും. അപ്പോഴേ വെച്ച് നോക്കുമ്പോൾ ചിലപ്പം എന്തായിരുന്നാലും സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നില് നല്ലൊരു ഫുട്ബോൾ ഗ്രൗണ്ട് കിട്ടും, അല്ലെങ്കിൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് പോകും. അതാണ് 1.5 മാസം കൊണ്ടൊക്കെ സെറ്റാക്കി എടുക്കുക എന്ന് പറഞ്ഞ ടാസ്കാണ്, നല്ല ടാസ്കാണ്. എന്തായാലും കാണാം, പറയാമല്ലോ. എന്തായിരുന്നാലും മെസ്സി വരുമ്പോ നമുക്ക് ഒന്ന് ട്രിവാൻഡ്രത്ത് പോയി കാണണമെന്നുണ്ട്. നടക്കുമെന്ന് തോന്നുന്നില്ല. സ്വാഭാവികം. നമുക്ക് ടി വി കാണാൻ ഞാൻ പറയാം, ഒക്ടോബർ ആകുമ്പോൾ തന്നെ മലപ്പുറത്തുള്ളവരൊക്കെ വന്ന് ട്രിവാൻഡ്രത്ത് അമ്പലത്തിൽ അത് വേറെ കാര്യം, അത് മറ്റൊരു സത്യം. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ട്രിവാൻഡ്രക്കാർക്ക് ബോളില്ലാതാവും. ഇത് നമ്മുടെ എന്തിനപ്പിന്ന് ചോദിക്കണമെങ്കിൽ നീ പോകാമെന്ന്. കാരണം അങ്ങനെയാണ് അവിടുത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ടി വി കണ്ട് ടി വിയിലല്ല പോയി നേരത്തെ കാണാം. എന്തായിരുന്നാലും ഈ ഒരു 10-18 ദിവസം ആ ഒരു ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് അടുക്കാൻ പറ്റൂല, ട്രിവാൻഡ്രം പറ്റൂല. പ്രത്യേകിച്ച് ആള് വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏരിയയിൽ നമുക്ക് അടുക്കാൻ പറ്റില്ല. പിന്നെ എല്ലാം സ്റ്റേഡിയത്തിൽ കയറുന്ന കാര്യം ശരിയാണ്. ഇത് ഈ ഒരു അവസ്ഥ ജസ്റ്റ് നോക്കണേ, നമ്മളെ മെസ്സി ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കും, മറ്റേ അവന്മാര് സെക്യൂരിറ്റി ഗാർഡ്സിനെ ചാടി ഇറങ്ങി മെസ്സി ഇങ്ങനെ കെട്ടിപ്പിടിക്കും. അത് ഭയങ്കര ടാസ്കാണ് കേട്ടോ. കാരണം ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ഇറങ്ങാൻ ആഗ്രഹമാവും, മനസ്സിലായില്ലേ? അവന് കിട്ടി പിന്നെ എന്താ എനിക്ക് അത് ഭയങ്കര ടാസ്കാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അത് പറ്റട്ടെ തന്നെ, അത് ചീത്ത പേരാവും. അല്ലെങ്കിൽ അവസാനം ഇപ്പൊ എല്ലാരും കൂടെ ഓടി വന്നാലേ. നമ്മുടെ കൊച്ചിയിൽ കഴിഞ്ഞ സീസൺ അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരാൾ ആദ്യം വന്ന് പ്ലേയേഴ്സിന് കൈ കൊടുക്കാൻ പറ്റും, പിന്നെ ഒന്നൊന്നായി എല്ലാരും വന്നുകൊണ്ടേ ഇരുന്നു, മനസ്സിലായില്ലേ? പക്ഷെ പിന്നെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് മാനേജ് സ്ട്രിക്ട് മെഷേഴ്സ് എടുക്കേണ്ടി വന്നു. ഒരാൾ ഇറങ്ങി ആൾക്ക് 5 ലക്ഷം രൂപ പഴയ. അല്ലാതെ നടക്കൂല. ഇപ്പൊ ചുമ്മാ അതാണ് പറഞ്ഞത്, ഒരാൾ വന്നു തുടങ്ങിയ പിന്നെ ബാക്കിയുള്ളവർ എല്ലാരും വരും. അപ്പൊ ഇതെന്തായാലും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റട്ടെ. മെസ്സിയെ കൊണ്ടുവന്ന് കേരളത്തിന് മൈലേജ് കൊടുക്കുന്നതിനൊപ്പം ഇവിടുത്തെ കൊച്ചു പയ്യന്മാർക്കും കൂടെ
നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒന്ന് കൊടുത്തു വന്നിരുന്നെങ്കിൽ അവന്മാരും ഒന്ന് ഹാപ്പി ആയിരുന്നു, അവന്മാർക്ക് ഒരു പാഷനേറ്റ് ആയിട്ട് കളിക്കാനും പറ്റിയായിരുന്നു. സോ ഇതാണ് നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഈ പയ്യന്മാരെ ഒന്ന് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഗവൺമെന്റ് ചെയ്യണം. ശരിയാണ്. അതാണ് ഇതിൽ വീണ്ടും ഒരു നെഗറ്റീവ് ആയിട്ട് ചെയ്യിക്കുന്നത്. ഇത്രയും മെസ്സി പോലൊരു പ്ലെയർ കേരളത്തിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഇന്ത്യയിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫുട്ബോൾ എന്ന പാഷൻ ഫോളോ ചെയ്യുന്ന ആരും വളരെ കുറവാണ്, കുറവ് ശതമാനമാണ്. അത് അത്യാവശ്യം ഫണ്ടാവുന്നതുകൊണ്ട് ഒരു അത്യാവശ്യം മിഡിൽ ക്ലാസ്സിന് മുകളിലേക്കുള്ള പയ്യന്മാരെ ആ ഒരു പാഷനേറ്റ് ആയിട്ട് പോകുന്നുള്ളതാണ് മെയിനായിട്ട്. ഇതിന്റെ ഇടയിൽ വീണ്ടും എല്ലാവർക്കും ഉള്ള സംശയമാണ് മെസ്സി വരുമോ ഇല്ല എന്നുള്ളത്. കാരണം എന്ന് വെച്ചാല് ഈ ഒരു മെയിൻ പ്ലേയേഴ്സ് ഒന്നും കാണില്ലെന്നും ഒരു സംസാരമുണ്ട്. ആ ചിന്ത എല്ലാം എന്താ പറയുക പൊട്ടത്തര വന്നേ പറയാനുള്ളൂ. കാരണം അത് ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു 130-200 കോടിക്ക് വരെ നമ്മളൊരു കോൺട്രാക്ട് വെച്ചിട്ട് മെസ്സി വരൂല, മെയിൻ പ്ലേയേഴ്സ് വരൂല, ബി ടീമിനെ കൊണ്ട് വരുമെന്നൊക്കെ പറഞ്ഞാല് അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഒരു സംശയം വേണ്ട ആ കാര്യത്തില്. മെസ്സി ക്യാപ്റ്റൻ ആയിട്ടുള്ള മെയിൻ ടീം തന്നെയായിരിക്കും കേരളത്തിൽ വരാൻ പോകുന്നത്. അതൊന്നും ഒരു സംശയം വേണ്ട. ഒരൊറ്റ കാര്യം മാത്രം, ആൾക്ക് ഇനി അമേരിക്കൻ ലീഗിൽ ഇപ്പൊ കളിച്ചോണ്ടിരിക്കില്ലേ, ആൾക്ക് ഒരു ഇഞ്ചറി പറ്റാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാവുള്ളൂ. ഇഞ്ചറി പറ്റിയ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ട്രാവൽ ചെയ്യാനും പറ്റില്ല, ഒന്നും നടക്കില്ല. അപ്പം ആർക്കും ഒരു ഇഞ്ചറി പറ്റാല്ല, മെയിൻ സ്ക്വാഡ് തന്നെ ഇറങ്ങും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. പിന്നെ ഇതില് മെയിൻ ആയിട്ടുള്ള നമ്മുടെ AFC ചാമ്പ്യൻസ് ലീഗില് അൽ നസർ FC ഗോവ, അതില് റൊണാൾഡോ വരില്ല. അത് വരൂലെന്ന് ഉറപ്പിക്കാതായിട്ടില്ല, പക്ഷെ വരാൻ ചാൻസ് കുറവാണ്. കാരണം ഒന്ന് ചിന്തിച്ചു നോക്കി, ഇപ്പം ചാമ്പ്യൻസ് ലീഗ് 2-ലല്ലേ അവര് കളിക്കുന്ന FC ഗോവയ്ക്ക്. അതിലേക്ക് അൽ നസർ കഴിഞ്ഞ വർഷം എന്തോന്ന് ഡീമോ താഴോട്ട് ഇറങ്ങിയത്. ആദ്യം ചാമ്പ്യൻസ് ലീഗ് ഫസ്റ്റിൽ തന്നെ കളിച്ചുകൊണ്ടിരുന്ന അൽ നസർ. ഈ വർഷം എന്ന് പറഞ്ഞാൽ റൊണാൾഡോയുടെ പുതിയ കോൺട്രാക്റ്റിൽ അങ്ങനെ ഒരു ക്ലോസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം എവേ മാച്ചസിൽ കളിക്കേണ്ട ഒരു ആവശ്യം ഇല്ല. ആൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കളിക്കാം, ഓഫ്കോഴ്സ് അല്ലാത്ത പക്ഷം കളിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ 1000 ഗോൾ അത് കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇവിടെ വന്നാൽ ഹാട്രിക് അടിച്ചിട്ട് പോയാൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. എന്തായാലും നമുക്ക് കാണാം, ചാൻസ് കുറവാണ്. റൊണാൾഡോ പറഞ്ഞതില് നമുക്ക് FC ഗോവയ്ക്കൊന്നും അതുപോലെ തന്നെ അവരുടെ ക്ലബ് മാനേജ്മെന്റിനൊന്നും ഒരു പങ്കുമില്ല. അവർ ഇങ്ങോട്ടാണ് വരുന്നത്. അവര് മെറിറ്റിൽ കളിച്ച് നേടിയ ഒരു പൊസിഷനാണ് അത്. ആ ഒരു വിലയിലാണ് അൽ നാസർ എന്താ പറയാ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. അവര് കളിച്ച അന്തസ്സോടെ തന്നെയാണ് ആ AFC 2-ൽ എന്താ പറയുന്നത് ക്വാളിഫിക്കേഷൻ കിട്ടിയത്. നമ്മൾ ആ ഡ്രോ ഒക്കെ നമ്മൾ ഭയങ്കര കാര്യമായിട്ട് നോക്കി, കാരണം ചാൻസ് കൂടുതലായിരുന്നു അൽ നാസറിനെ നമ്മുടെ ഗ്രൂപ്പിൽ കിട്ടാൻ. മോഹൻ ബഗാൻ ഉണ്ട്, അതുപോലെ FC ഗോവയും, രണ്ടുപേരും AFC 2-ലുണ്ട്. ഏതെങ്കിലും ഒരാളുടെ ഗ്രൂപ്പിലേക്ക് ഇവര് വന്ന് പെടുമെന്നുള്ളത് നമുക്കൊരു ഊഹം ഉണ്ടായിരുന്നു. അപ്പം ആ ലക്ക് കിട്ടിയിരിക്കുന്നത് FC ഗോവയ്ക്കാണ്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്തായാലും കാണാം. എന്തായിരുന്നാലും മെസ്സി വരുമ്പോ നിങ്ങൾ അവിടെ കാണുമെന്നാണ് എന്റെ ഉറപ്പ്. സ്വന്തം നമ്മൾ ആ തിക്കിലും തിരക്കിലും പെട്ട് കാണണമെങ്കിൽ ഒരു ഹായ് തന്നാൽ മതി. സോ നിങ്ങളുടെ കമന്റ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് ജസ്റ്റ് കമന്റ് അറിയിക്കുക. അപ്പൊ അടുത്തൊരു കാണുന്നു.